കൂട്ടുകാരെപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും സ്വയം പുകഴ്ത്തിയും സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മിടുക്കനാണെന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? ഏതായാലും നമ്മുടെ മിട്ടു കലമാന് ഒരിക്കൽ അങ്ങനെ തോന്നി. പിന്നീട് അവന് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കാണാം. കൊമ്പനാനയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു മിട്ടു കലമാൻ. എല്ലാ ദിവസവും വൈകുന്നേരം കുന്നിൻ ചെരുവിലെ മാഞ്ചോട്ടിൽ അവർ ഒത്തുകൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടുപേരും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് മിട്ടുക്കലമാൻ ഒരു കാര്യം തോന്നി. എടാ കൊമ്പ, നിന്റെ ശരീരമെന്താ ഇങ്ങനെ ആകെ കറുത്ത് തടിച്ച് വലിയൊരു പാറ പോലെ? എന്റെ നിറവും കൊമ്പുകളും ഒക്കെ കണ്ടില്ലേ, എന്തു ഭംഗിയാ. പെട്ടെന്നെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? നിന്റെ കൂർത്ത കാലുകളും മെലിഞ്ഞ ശരീരവും എന്തിനു കൊള്ളാം? എന്റെ കാലുകൾ കണ്ടില്ലേ, ഉറപ്പുള്ള തൂണുകൾ പോലെ. ഒടുവിൽ ഒരു തർക്കം തന്നെ അവിടെ നടന്നു. ഇതെല്ലാം കേട്ട് മഞ്ഞക്കിളി മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. അവൾ ഉടനെ പറന്ന് താഴെ ഇറങ്ങി. നിർത്തൂ കൂട്ടുകാരെ, നിങ്ങളുടെ സംശയം ഞാൻ തീർത്തു തരാം. ശരി, എന്നാൽ നീ പറയൂ, ഞങ്ങളിൽ ആരാണ് കേമൻ? അതെ, നീ തന്നെ ഈ തർക്കം അവസാനിപ്പിച്ചു തരണം. എന്നാൽ കേട്ടോളൂ, നിങ്ങൾ രണ്ടുപേരും കേമന്മാരാണ്. ഒരാണയും ഒരു മാനും തമ്മിൽ പല പല വ്യത്യാസങ്ങളുമുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിൽ സുന്ദരന്മാരും ശക്തന്മാരുമാണ്. കൂട്ടുകാരായ നിങ്ങൾ ഇനി ഈ കാര്യം പറഞ്ഞ് തർക്കിക്കരുത്. കിളിയുടെ മറുപടി കേട്ട് രണ്ടുപേർക്കും അരിശം വന്നു. ഇങ്ങനെയാണോ നീ തർക്കം തീർക്കുന്നത്? ഞാൻ തന്നെയാണ് കേമനെന്ന് തെളിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അത് തന്നെയാണ് എന്റെയും തീരുമാനം. മഞ്ഞക്കിളി പറ്റുമെങ്കിൽ അതിനൊരു വഴി പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ട മത്സരം തന്നെ ആയിക്കോട്ടെ. ജയിക്കുന്ന ആളെ കേമനായി അംഗീകരിക്കും. രണ്ടുപേർക്കും അത് സമ്മതമായിരുന്നു. അവർ വേഗം ഓട്ട മത്സരത്തിനായി തയ്യാറായി. ഞാൻ പറയുമ്പോൾ ഓടിത്തുടങ്ങണം. ആ കാണുന്ന കുറ്റിക്കാട് വരെയാണ് ഓടേണ്ടത്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. രണ്ടുപേരും പരമാവധി വേഗത്തിൽ ഓടി. മാൻ തന്റെ കൂർത്ത കാലുകൾ കൊണ്ട് വളരെ വേഗം മുന്നിലെത്തി. ആനയാകട്ടെ വലിയ ശരീരവും തടിച്ച കാലുകളുമായി മാനിനൊപ്പം ഓടിയെത്താൻ സാധിച്ചില്ല. ഇടയ്ക്ക് അവന്റെ നീണ്ട കൊമ്പൊരു വള്ളിച്ചെടിയിൽ കുടുങ്ങി. അങ്ങനെ അവന്റെ നിയന്ത്രണം വിട്ട് അടുത്ത കുഴിയിൽ വീണു. വീഴ്ചയിൽ അവന്റെ കൊമ്പൊടിഞ്ഞു. അപ്പോഴേക്കും ആനയും മഞ്ഞക്കിളിയും അവിടെ എത്തി. ആന വേഗം തന്റെ തുമ്പിക്കൈ കൊണ്ട് കലമാനെ കുഴിയിൽ നിന്നും പൊക്കിയെടുത്തു. ഇപ്പൊ മനസ്സിലായില്ലേ, രണ്ടുപേരും രണ്ട് രീതിയിൽ ശക്തന്മാരാണെന്ന്? ശരിയാണ്. മനോഹരമായ കൊമ്പുള്ളതിന്റെ പേരിൽ ഞാൻ അഹങ്കരിച്ചിരുന്നു. എന്നാൽ ആ കൊമ്പ് തന്നെ എന്നെ അപകടത്തിലാക്കി. ചങ്ങാതി, നിന്റെ ശക്തിയാണ് എന്നെ രക്ഷിച്ചത്. എന്റെ തടിച്ച കാലുകളെ കുറിച്ച് ഞാനും അഹങ്കരിച്ചിരുന്നു. എന്നാൽ മിട്ടുവിന്റെ കൂർത്ത കാലുകളെ എനിക്ക് ഓടി തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇനി മുതൽ കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ പരസ്പരം ബഹുമാനിക്കാൻ ശീലിക്കൂ. വെറുതെ തർക്കിച്ച സമയവും കളയരുത്. കൊമ്പനും മിട്ടുവിനും തങ്ങളുടെ തെറ്റു മനസ്സിലായി. പിന്നീട് അവർ തർക്കിച്ചിട്ടേയില്ല. പാവം മിട്ടുക്കലമാൻ. കൊമ്പൊടിഞ്ഞെങ്കിലും അവന്റെ അഹങ്കാരം മാറി. കൂട്ടുകാരുമായുള്ള തർക്കവും തീർന്നു.